നമസ്കാരം. 2018 പ്രളയത്തിന് ശേഷം വീണ്ടും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം 100-ൽ കവിയും എന്നാണ് ഇപ്പോൾ അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മനസ്സിലാകുന്നത്. ഉടലും തലയും വേർപെട്ട പലരെയും തിരിച്ചറിയാത്ത രീതിയിൽ വയനാട്ടിൽ ദുരന്ത ഭൂമിയായിരിക്കുന്നു വയനാട്. മൃതദേഹങ്ങൾ വെള്ളത്തിലും കരയിലും ചെളിയിലും നിറഞ്ഞ മണ്ണിനടിയിലുമായി പലയിടങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുന്നത് വരെ കാര്യങ്ങളെത്തി. അത്രയേറെ വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു വയനാട്ടിൽ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏറ്റവും ആശങ്കയേറിയ കാര്യം എന്തെന്നാൽ ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ ഭയന്ന് വിറച്ച് കരഞ്ഞു നിലവിളിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഉള്ളത് വയനാട്ടിൽ. ഇപ്പോഴും മലവെള്ളപ്പാച്ചിലുണ്ട്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. ഗർഭിണികളടക്കം വയ്യാത്തവരും വയസ്സായവരും പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കം ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു. നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ തന്നെ ഒന്നിച്ചു തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ മലയാളികളുടെ പ്രത്യേകതയും അതുതന്നെയാണ്. ഒരു ദുരന്തമുണ്ടായാൽ അത് ഒരുമിച്ച് നിന്ന് ആ ദുരന്തമുണ്ടായാൽ നമ്മൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കും. അത് തന്നെയാണ് വലിയ ആശ്വാസം. NDRFിന്റെയും സൈന്യത്തിന്റെയും സംഘം പുഴ കടന്ന് ഇപ്പോൾ മുണ്ടക്കൈയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച്. ദുരന്തം നടന്ന 13 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്ക് എത്താനായത് തന്നെ. ചൂരൽമലയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. ആളുകളെ ജീപ്പ് മാർഗം പുഴക്കരയിലെത്തിച്ച വടത്തിലൂടെ പുഴ കടത്തി ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കുമാണ് ഇപ്പോൾ മാറ്റുന്നതിനുള്ള സജ്ജീകരണം നടക്കുന്നത്. ചൂരൽമലയിൽ മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ ചർച്ചകൾ നടത്തി. മന്ത്രിമാരായ കെ രാജൻ, OR കേളു, PM മുഹമ്മദ് റിയാസ്, MLA മാരായ IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ ഏകോപിപ്പിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് അടക്കമുള്ള അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടത്തിയത്. കേന്ദ്രത്തിന്റെ നിർണായകമായ ഇടപെടൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ 84 ആണെന്നാണ് റവന്യൂ വിഭാഗം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മരണനിരക്ക് ഔദ്യോഗികം മാത്രമാണ്. അനൌദ്യോഗികമായി ഇപ്പോൾ 100-ൽ കവിഞ്ഞ് തന്നെ മരണമുണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ മുണ്ടക്കൈയിൽ എത്രമാത്രം ആളുകൾ മരിച്ചു, എത്രമാത്രം ശരീരങ്ങൾ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടുകൾ വരുന്നതേയുള്ളൂ. മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. മുണ്ടക്കൈയിൽ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം 26 ആയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അനൌദ്യോഗിക കണക്കുകൾ മാറ്റിവെച്ചാൽ മരണം 100 വരെ കവിഞ്ഞേക്കുമെന്നാണ് സ്ഥിതി. മണ്ണിനടിയിൽ 30-ലേറെ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 200 അംഗ സൈന്യം ഇപ്പോൾ വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നു എന്ന വിവരം അറിയിക്കുന്നു. കോഴിക്കോട് നിന്നുള്ള 150 അംഗ സൈനിക സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. ഇവർ മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാധ്യതകൾ തിരയുന്നു. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ 160 പേരടങ്ങുന്ന സംഘവും ബംഗളൂരിൽ നിന്ന് സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും വയനാട്ടിലേക്ക് എത്തുന്നു. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ VT മാത്യൂസുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. NDRF സംഘം, ഫയർഫോഴ്സ്, നാവികസേന, കരസേന തുടങ്ങിയ എല്ലാ സേനകളും രക്ഷാപ്രവർത്തനങ്ങൾ അവരാൽ കഴിയുന്ന വിധം ഏകോപിപ്പിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളെയും ഉപയോഗിക്കാനും ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കഴിഞ്ഞു. പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും. കേരളത്തെ ഞടുക്കിയ കവളപ്പാറ ദുരന്തം നമുക്കറിയാം. കവളപ്പാറ, പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുള്ളത്. കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2019 കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നും ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും നമുക്കറിയാം, ദൃശ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും മൃതദേഹങ്ങൾ കാണുന്നു. സഹിക്കാൻ വയ്യാത്ത രീതിയിൽ പലരെയും കാണാനില്ല. പല ആളുകളെയും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ പലരും ഉള്ളത്. എവിടെയൊക്കെയാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്, എങ്ങനെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും, ഏത് രീതിയിൽ ഇവരെ കണ്ടെത്തും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു തരത്തിലും അടിസ്ഥാനം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് സൈന്യം എത്തിയിരിക്കുന്നു.
അവിടെ നിന്നുള്ള ആളുകളെയും രക്ഷാപ്രവർത്തനത്തിലൂടെ കുറേ ആളുകളെ എത്തിച്ചിരിക്കുന്നു. അത് തന്നെ വലിയ ആശ്വാസകരമായ കാര്യങ്ങളാണ്. പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ, രാഷ്ട്രീയ മേഖലകൾ, രാഷ്ട്രീയ അതീതമായ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അത് മാത്രമല്ല, സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. തമിഴ്നാട് സർക്കാർ 5 കോടി രൂപ ഇപ്പോൾ തന്നെ ധനസഹായം, സ്റ്റാലിൻ അടക്കമുള്ള മന്ത്രിമാർ കൂടി തീരുമാനിച്ചുകൊണ്ട് 5 കോടി ധനസഹായം നൽകിയിരിക്കുന്നു. ഏതായാലും വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇനിയും പ്രാർത്ഥനയോടെ പലരെയും കാത്തിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വയനാടുള്ളത്.